ഞാൻ കുറച്ച് നേരമായിട്ടോ അയാളിങ്ങനെ ശ്രദ്ധിക്കുന്നു. അയാൾ അങ്ങ് അറ്റത്തൊന്ന് ക്ലീൻ ചെയ്ത് വരികയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, അവനവൻ്റെ കുടുംബം ഒന്ന് സെറ്റാക്കി വരാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ എന്തൊക്കെ രീതിയിലല്ലേ കഷ്ടപ്പെടുന്നത്. ഞാനും ഇവിടെ കഷ്ടപ്പെടാൻ തന്നെ വന്നതാണ്. ജോലി ചെയ്യുന്ന എല്ലാവരും അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അവനവനെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. സിംഗിളായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ, അതായിരിക്കും. എനിവേ, ഇന്നത്തെ വീഡിയോയും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. എനിക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറച്ചുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. അതിന് മുന്നേ ഈ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് എന്നാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കേൾക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ, നല്ല സമാധാനമല്ലേ, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ലേ. ഇപ്പോൾ ഇതെനിക്ക് ആദ്യം ചെയ്താൽ മതിയല്ലോ, ഒരു വീഡിയോ ഒക്കെ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ ചുമ്മാ ക്യാമറ എടുത്ത് ഇങ്ങനെ പുറത്തെ വിഷ്വൽസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് അയാൾ കാണുന്നത്. കണ്ടപ്പോൾ എന്തൊക്കെയോ അങ്ങനെ ആലോചിച്ച് പോയി ഞാൻ. ഓക്കെ, അതല്ലല്ലോ നമ്മളെ വിഷയം. ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുറച്ച് ദിവസത്തെ സിക്ക് ലീവ്, ഭയങ്കര ലേസി ആണെന്ന് പറയാൻ പറ്റില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ കുറച്ചൊക്കെ ക്ലീൻ ആക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വാൾഡ്രോബൊക്കെ ആ സമയത്താണ് ഞാൻ ക്ലീൻ ചെയ്തത്. എന്നാലും കുറേ കാര്യങ്ങൾ തലകുത്തി മറിഞ്ഞ് കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് ഒരു ഓർഡറിലാക്കണം, ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കണം. 1 by 1 ആയിട്ട് ചെയ്തു തുടങ്ങാം. ഞാൻ എഴുതിട്ടിട്ട് കുറച്ച് സമയമായി. എന്താ പറയുക, ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി യോഗ തുടങ്ങിയിട്ടുണ്ട്. യോഗ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അത് സ്കിപ്പ് ചെയ്യണ്ട. ഇപ്പോൾ 4 days ആയി. ഇന്ന് 4th day ആണ് എൻ്റെ യോഗ. അപ്പോൾ അതൊന്ന് പെട്ടെന്നല്ല, സാവധാനം സമയമെടുത്ത് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. സമയമുള്ളതിനനുസരിച്ച് മാക്സിമം നീറ്റാക്കലൊക്കെ ക്ലീൻ ആക്കലൊക്കെ സമയമുള്ളതിനനുസരിച്ച് ചെയ്യാം. എല്ലാം കൂടി ഒരു ദിവസം ചെയ്താൽ ഞാൻ ഡൗൺ ആയി പോയേക്കാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു അനദർ ഡേ ഓഫ് അഫ്സീസ് വേൾഡ്. യോഗ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. പക്ഷേ എന്തൊക്കെയോ ഒരു ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, എസ്പെഷ്യലി എൻ്റെ മൈൻഡിൽ. ഇത്രയും കാലം കുറച്ച് തെറ്റായ ധാരണകളാണ് എനിക്ക് യോഗയെ കുറിച്ച് ഉണ്ടായിട്ടുള്ളത്. ചിലർക്ക് പറയാറുണ്ട് യോഗ ചെയ്താൽ വെയിറ്റ് കുറയും, മൈൻഡ് റിലാക്സ് ആവും, ചിലരുടെയൊക്കെ PCOD മാറി എന്നൊക്കെ. അതൊക്കെ ഒരു 80% മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ധാരണ ഉണ്ടായിരുന്നത്. ജസ്റ്റ് ബ്രീത്തിങ് എക്സസൈസും സ്ട്രെച്ചിങ്സും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് 4-5 ഡേയ്സിനുള്ളിൽ എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ ഒരു ചേഞ്ച്, ഒരു വല്ലാത്ത കാംനെസ് ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഡോക്ടർ എന്നോട് പറഞ്ഞത് സത്യമാണെന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. 3 months ഞാൻ ഈ യോഗ ചെയ്ത, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് ആക്ടിവിറ്റിയിൽ ഞാൻ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഡെയിലി എൻ്റെ ബോഡി മൂവ് ചെയ്യാൻ ഞാൻ എൻ്റെ ബോഡിയെ നിർബന്ധിക്കേണ്ടി വരില്ല. മറിച്ച് ബോഡി എന്നെ നിർബന്ധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. വീഡിയോയിൽ ഞാൻ യോഗ ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ സ്ലോ ആയിട്ട് ടൈം എടുത്തിട്ടാണ് ഞാൻ യോഗ ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ യോഗ ചെയ്യുന്ന ഭാഗം കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഉണ്ടായിരുന്നത്. എല്ലാ വീഡിയോസും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഫാസ്റ്റ് അടിച്ച് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തത്. അത് കണ്ടിട്ട് ഒരാൾ എനിക്ക് കമൻറ്റ് ഇട്ടു, മോളെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് സ്ട്രെച്ച് ചെയ്യണമെന്ന്. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് അത് ചെയ്തത് കേട്ടോ. രാവിലെ എൻ്റെ ഒരു ഡേ തുടങ്ങുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. എനിക്കതാണ് നല്ലതെന്നാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് ബെഡിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാൻ പറ്റില്ല. ഈ തലകറക്കത്തിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് ഞാനൊന്ന് കാമായിട്ടാണ് എപ്പോഴും എണീക്കാൻ ശ്രമിക്കാറ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളും ഒരു 1 hourൻ്റെ അടുത്ത് ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് മിക്കപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറ്. ഇനി വല്ല കാരണം കൊണ്ട് ലേറ്റായി എണീറ്റാൽ മാത്രമേ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുള്ളൂ. രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ ശ്രമിച്ചാൽ അന്നത്തെ ഹോൾ ഡേ ഒരു പാനിക് ഡേ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അതത്ര നല്ലതുമല്ല. ഇന്ന് കുറച്ച് ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള മൂഡിലാണ്. നീർദോശയും തക്കാളി ചട്നിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത്. ഈ ദോശയുടെ പേര് നീർദോശയാണെന്ന് ഞാൻ വളരെ ലേറ്റായിട്ടാണ് അറിഞ്ഞത്. ലേറ്റായെന്ന് പറഞ്ഞാൽ വളരെ ലേറ്റായിട്ട്. എൻ്റെ ചെറുപ്പം തൊട്ട് എൻ്റെ ഉമ്മക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറെക്കുറെ ഇതിൻ്റെ ടോർച്ചറിങ് ഞാൻ സഹിച്ചിട്ടുണ്ട്. അതെൻ്റെ ഉമ്മൻ്റെ ഒരു നെഗറ്റീവായിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ജസ്റ്റ് ഫണ്ണായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അന്നൊന്നും എൻ്റെ ഉമ്മക്ക് ഉഴുന്ന ദോശ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ ചെറുതാവുന്ന സമയത്തുള്ള കാര്യമായി പറയുന്നത്. സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കും ബ്രേക്ക്ഫാസ്റ്റിന് എന്തായിരുന്നു. അപ്പോൾ ഞാൻ പറയും ദോശയാണ്. പക്ഷേ അവരുടെ ദോശ വേറെ ദോശയായിരുന്നു. അവർക്കാണ് എൻ്റെ ദോശ അറിയയില്ല. ചില സമയത്തൊക്കെ ഞങ്ങൾ വഴക്കൊക്കെ ഉണ്ടായ ഒരു ടൈമുണ്ട്, അതും ദോശയാണ് ഇതും ദോശയാണെന്ന് പറഞ്ഞിട്ട്. കുറേ കാലം കഴിഞ്ഞ് യൂട്യൂബൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ്, ഈ വ്ളോഗിലൊക്കെ നീർദോശ ഉഴുന്ന ദോശ എന്നൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പേര് നീർദോശയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ദോശ കാണുമ്പോൾ എനിക്ക് ദേഷ്യമായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ വീട്ടിൽ മോസ്റ്റ്ലി എന്ത് ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിലും, അതിപ്പോൾ ബിരിയാണി ഡെയിലി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കൊരു മടുപ്പ് വരുമല്ലോ. എൻ്റെ അങ്ങനത്തെ ആവശ്യമില്ലാത്ത കുറേ അൺവാണ്ടഡ് പിടിവാശികൾ ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര റിഗ്രഷൻ തോന്നാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഉമ്മനോട് ഇങ്ങനെ പറയണം തോന്നാറുണ്ട്, ഉമ്മ സോറി കേട്ടോ അന്നൊക്കെ ഇങ്ങനെ വാശി പിടിച്ചതിന്. എൻ്റെ 2 മക്കളും 2 ടൈപ്പാണ്. അതങ്ങനെയാണല്ലോ, മനുഷ്യന്മാരെ എല്ലാവരെയും പഠിച്ചവൻ ഒരുപോലെ അല്ലല്ലോ സൃഷ്ടിച്ചിരിക്കണേ. ചില കാര്യങ്ങളൊക്കെ മനു എന്നെ പോലെ തന്നെയാണ് എൻ്റെ ഉമ്മയപ്പയും പറയുമ്പോൾ ഒരു ചിരിയിൽ ഒതുക്കിയിട്ട് ഞാൻ അങ്ങ് സമ്മതിച്ച് വിടാറുണ്ട്. സത്യമായിട്ട് എനിക്കും തോന്നാറുണ്ട് എൻ്റെ കറക്റ്റ് മിനിവേഷൻ ആയിട്ടാണ് എൻ്റെ മനുവിനെ എനിക്ക് പഠിച്ചാൽ തന്നിക്കണേ. ദിനു ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ, ഒരു സൈലൻറ്റ് വാലി. എല്ലാ കാര്യങ്ങളും അവൻ നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്യും. ഫസ്റ്റ് റെഡിയായി. ഇനി
ഇത് ഉച്ചയ്ക്കുള്ള ലഞ്ചാണ്. ഇച്ചിരി കുറേ വെള്ളത്തിൽ 4 മണിയായിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതിൻ്റെ ലഞ്ചാണ് കേട്ടോ. ഈ കറി തന്നെയാണ് ഞാൻ ലഞ്ചിന് കഴിക്കുന്നത്. ഇനി എന്തെങ്കിലും മുട്ട വറുത്തത് അങ്ങനെ എന്തെങ്കിലും കഴിക്കണം. പിന്നെ ഇന്നലെ ഞാൻ പർച്ചേസിന് പോയപ്പോൾ ഫിഷൊന്നും വാങ്ങിയില്ല. അപ്പോൾ ഫിഷ് വാങ്ങി മാർക്കറ്റിൽ പോയി വാങ്ങണം. അവിടെ നല്ല കുറേ മീനുണ്ടാവും, കുറേ ചോയ്സ് ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമുള്ള എന്താണോ, അപ്പോൾ കഴിക്കാൻ എന്താണോ മൂഡ് അതനുസരിച്ച് വാങ്ങാം. ഇപ്പോൾ എനിക്ക് കുറച്ച് കിച്ചൺ വേസ്റ്റ് കൊണ്ട് കളയാണ്ട്, അതൊന്നും കൊണ്ട് കളഞ്ഞിട്ട് വരാം. ഓക്കെ, ഈ രാവിലെ സമയത്തെ കൊണ്ട് കളയാൻ കഴിയുള്ളൂ കേട്ടോ. കുറച്ച് ഞാൻ നല്ല മുട്ട വെയിലാവും, അപ്പോൾ കഴിയില്ല. പിന്നെ നൈറ്റിൽ എപ്പോഴും ഞാൻ മറന്നു പോകും. പിന്നെ എപ്പോഴും ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത് എപ്പോഴാണോ അപ്പോഴാണ് വേസ്റ്റ് കൊണ്ട് ഇറങ്ങുക. പക്ഷേ ഇന്നിപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കൊണ്ട് കളയാം. അപ്പോൾ കുറച്ച് വെയിൽ കുറവായിരിക്കും. ഓക്കെ, ഇത്രയും വേസ്റ്റാണ്. ദേ അവിടെയാണ് നമ്മളെ ട്രാഷ്, അതിൽ കൊണ്ട് കളയണം. ഞാൻ കളയാൻ വേണ്ടി പോയപ്പോഴേ വേറൊരാൾ കളയാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എല്ലാം ഓഫ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇനി പോയിട്ട് ബാക്കി പണിയൊക്കെ നോക്കാം. കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. 1 by 1 ആയിട്ട് ഓരോന്ന് സെറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് തുടങ്ങണമെന്ന് ഒരു ഐഡിയ ഇല്ല. ഭാഗ്യത്തിന് ഞാൻ നേരത്തെ കബോർഡ് വാർഡ്രോബ് ക്ലീനാക്കി വെച്ചുകൊണ്ട് ആ പണിയില്ല. ബാക്കി എല്ലാ പണിയും പെൻഡിങ്ങാണ്. ഓക്കെ, സാവധാനം ആരാംസേ ചെയ്യാം. ഓക്കെ, എൻ്റെ റൂമിലെത്തി നമ്മളെ പരിപാടി തുടങ്ങാം. ഗെറ്റ് സെറ്റ് ഗോ. ഈ ടേബിൾ ഫങ്ഷണലായി കിടക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ കപ്പിൾ ഓഫ് ഡേയ്സ് ഇത് ഒട്ടും ഫങ്ഷണലല്ല, തോന്നിയ പോലെയാണ്. നാട്ടിൽ തോടിൻ്റെയും വയലിൻ്റെയൊക്കെ സൈഡിൽ പൂച്ചവാല് പോലെ ഒരു സംഭവം പുല്ലിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരു സംഭവം എൻ്റെ ഈ ബൗളിൽ കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു മാളിൽ പോയപ്പോൾ അവിടെ അവർ കാശ് കൊടുത്തിട്ട് ആൾക്കാരെ വെച്ച് നട്ടുപിടിപ്പിച്ച് നനച്ച് നോക്കുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. നമ്മുടെ നാട്ടിൽ പുല്ലിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഈ സാധനത്തിന് പുല്ല് വില പോലും കൊടുക്കുന്നില്ലെങ്കിൽ ഇവിടെ ഇവർ കൊടുക്കുന്ന വില നിങ്ങളൊന്ന് കാണണം. ഞാൻ ഏതായാലും അത് ഒരു ബഞ്ച് ഓഫ് എടുത്തിട്ട് ഇവിടെ ബൗളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ബൗൾ എൻ്റെ മറിയത്തിൻ്റെ ആണ്. മറിയം എൻ്റെ ഉണ്ടായിരുന്ന ഒരു ഫൈറ്റർ ഫിഷിൻ്റെ പേരാണ്. ഫിഷിനൊക്കെ ആരെങ്കിലും മറിയെന്ന് പേരിടുമോ എന്നുള്ള ചോദ്യമൊക്കെ ഇവിടെ നിരോധിച്ചിരിക്കുന്നു. എനിക്കെന്തോ അങ്ങനെ ഇടണമെന്ന് തോന്നി, ഞാൻ അങ്ങനെ ഇട്ടു, അത്ര തന്നെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാനതിനെ വളർത്തി കുറേ കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളൊരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുന്നത്. അവൾ പറഞ്ഞു എന്നോട് ഇതാണാണെന്ന്. ഞാനാണെങ്കിൽ പെണ്ണിൻ്റെ പേര് വിട്ടു. അങ്ങനെ ഞാൻ ചാറ്റ് GPT ചോദിച്ചു ഇതാണാണോ പെണ്ണാണോ എന്ന്. ചാറ്റ് GPT പറഞ്ഞു ഇത് ആണാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഫിഷ് ട്രാൻസ്ജെൻഡർ ആണെന്ന്. വേറെ വഴിയില്ലല്ലോ, പേരിട്ട് പോയില്ലേ, ആ ഒരു കണക്ഷനും വന്നു. ഈ മറിയെന്ന് വിളിച്ച ആളെ പിന്നെ എനിക്ക് വേറെ പേരിട്ട് വിളിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് ആ പേര് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. എന്തായാലും ആളൊരു ഫംഗൽ ഇൻഫെക്ഷൻ കാരണം എന്നെ വിട്ടങ്ങ് പോയി. പക്ഷേ ഈ ബൗൾ എനിക്ക് കളയാൻ തോന്നിയില്ല. ഈ സ്റ്റാൻഡിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറും ബേസ്മെൻറ്റും എൻ്റെ മിനി സ്റ്റോറേജ് ഏരിയ കൂടിയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ എൻ്റെ പ്രെയർ മാറ്റും പ്രെയർ ഡ്രസ്സും ഖുറാനൊക്കെ വെച്ചിരിക്കുകയാണ്. ബേസ്മെൻറ്റിൽ എൻ്റെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന കുട്ടി കുട്ടി കാര്യങ്ങൾ, ചെറിയ നോട്ട്സൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ കൂടെയാണ്. അതിലെൻ്റെ മസാജർ പാഡും കൂടെ പെട്ടുപോയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് 2 വാക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാമെന്ന്. ഇത് ഒരിക്കലും ഒരു പ്രൊമോഷനോ കാര്യമൊന്നുമല്ല, എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് പറയാണ്. പീരിയഡ്സ് ടൈമിൽ സിവിയർ പെയിൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക. ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് പീരിയഡ്സ് ടൈം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പീക്ക് ലെവൽ പെയിനാണ് എനിക്ക് വരാറുണ്ടായിരുന്നത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ചെറിയൊരു മാറ്റമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. സാധാരണ ഞാൻ സിക്ക് ലീവ് എടുത്തിട്ട് റൂമിൽ ഇരിക്കാറാണ് പീരിയഡ്സ് ടൈമിൽ ചെയ്യാറ്. ഇത് യൂസ് ചെയ്ത് ഒരു 1.5 hour യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പെയിനിൻ്റെ ആ ഒരു എന്താ പറയുക ആഘാതം കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ എനിക്ക് എൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാറുമുണ്ട്. ഞാനിതൊരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് വാങ്ങിയത്. അവരുടെ പ്രൊമോഷനൊന്നും ചെയ്യല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിലും ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. നാട്ടിലുള്ളവർക്കാണെങ്കിലും ഇത് കിട്ടും. ജസ്റ്റ് ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ കാണുന്ന ജെൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്, വളരെ വർത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങളുടെ വൈഫിനോ പെങ്ങൾക്കോ ഉമ്മക്കോ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ഇത് അവരുടെ ലൈഫ് ലോങ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും. നിങ്ങൾക്കിത് വാങ്ങിയിട്ട് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ ബോട്ടിലൊക്കെ ഒന്ന് മാറ്റി റീഅറേഞ്ച് ചെയ്യാണ്. നാട്ടിലുള്ളപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഒട്ടും അറിഞ്ഞിട്ടില്ലായിരുന്നു. വെള്ളത്തിൻ്റെ വില എന്താണെന്നൊക്കെ ഇപ്പം ഞാൻ കുറേശ്ശെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മന്ത്ലി വൺസ് എനിക്ക് പുറത്ത് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്തത് സ്റ്റോക്കില്ലെങ്കിൽ അത് അയൺ ചെയ്ത് ഒതുക്കി അടക്കി പെറുക്കി വെക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ഞങ്ങളിവിടെ ഒരുമിച്ച് പുറത്ത് പോകാനൊക്കെ പെട്ടെന്നായിരിക്കും തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ കാരണം ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ അയണിങ് ഒക്കെ പെട്ടെന്ന് ചെയ്യുന്നത്. ഇവിടെ ആകെ ഒരു അയൺ ബോക്സേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും കൂടെ പോകുന്ന സമയത്ത് ക്യൂ നിന്നിട്ട് അയൺ ചെയ്യേണ്ട അവസ്ഥയായിരിക്കും. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് അയണിങ്ങിനും ഡ്രസ്സ് മാറാനൊക്കെ കുറച്ച് സമയം എടുക്കും. അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സമയം ഇന്നുണ്ടെന്ന് തോന്നുന്ന ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. പെട്ടെന്നെങ്ങാനും പുറത്ത് പോകേണ്ടി വന്നാൽ എനിക്ക് അബായൻ്റെ ഉള്ളിൽ ഇടാനുള്ള 2-3 ഡ്രസ്സസ് ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അബായൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ.
എനിക്കിന്ന് കാര്യമായിട്ട് ചെയ്യാനുണ്ടായിരുന്ന ഒരു ക്ലീനിങ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രിഡ്ജ് ക്ലീനിങ് ആയിരുന്നു. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള കോലമാണ് നിങ്ങൾ കാണുന്നത്. ക്ലീനിങ്ങിന് മുന്നത്തെയുള്ള അവസ്ഥ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ കേട്ടോ. നാട്ടിൽ പോയി വന്നതിന് ശേഷം ഞാനൊരു പർച്ചേസിന് പോയിട്ട് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങി ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചതായിരുന്നു. പക്ഷേ വയ്യാണ്ടായി ഫ്രിഡ്ജോ കിച്ചണോ ഒന്നും തിരിഞ്ഞു നോക്കാണ്ടായിരുന്നു ഞാൻ. പിന്നെ നോക്കുമ്പം അതിലുള്ള എല്ലാ സാധനങ്ങളും ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രിഡ്ജ് ചെറുതായിട്ടൊരു ഡാമേജ് പീസാണ്. അതിൽ കാര്യമായിട്ട് തണുപ്പ് വരികയോ അതങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. എന്തായാലും അതൊക്കെ ഞാൻ എടുത്തു കളഞ്ഞ് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് എൻ്റെ കിച്ചൺ ക്യാബിനറ്റ്, കിച്ചൺ കബോർഡ് എന്നൊക്കെ പറയാം. എൻ്റെ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ആവശ്യാനുസരണം ഇതെടുത്ത് കിച്ചണിൽ പോയിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അറിയാലോ, ഇവിടെ 7 പേര് ഷെയർ ഇട്ടിട്ടാണ് ഒരു കിച്ചൺ നടത്തുന്നത്. അപ്പോൾ അതിൽ സ്ഥലപരിമിതി കാരണം ഞാൻ എൻ്റെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടെ എൻ്റെ ബെഡിനടിയിൽ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതും ഒന്ന് നീറ്റാക്കി അടുക്കി പറക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണമെന്ന് തോന്നുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ലുലുവിലേക്ക് പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ സാധനം വാങ്ങിക്കാൻ പോകുന്ന. റൂമിൻ്റെ തൊട്ടടുത്ത് ഇത് ഈ വഴിയെ പോയ എൻ്റെ റൂമെത്തും. ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് എൻ്റെ ക്ലിനിക്ക്. ഇത് ഈ റോഡൊന്ന് ക്രോസ് ചെയ്ത അപ്പുറത്ത് സാധനം വാങ്ങിക്കുന്ന സ്ഥലത്തും. ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. നല്ല റഷാണ് റോഡ്. ഇത് ഈ റോഡിലൂടെ വണ്ടി പോകുന്നതിൻ്റെ ഡിസ്റ്റർബൻസ് ആണ് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ശരിക്കും വീഡിയോയിലൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ചിലപ്പോൾ ഇങ്ങനെ കേൾക്കാം. എന്തോ ഭയങ്കര ക്ഷീണമുണ്ട്. ഞാൻ നല്ല ടയേർഡാണ്. ഇങ്ങനെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഇങ്ങനെ വരുന്നുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോവാ. ഒന്നുമില്ല, ഫ്രിഡ്ജ് കാലിയാണ്. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനം വാങ്ങിക്കണം. എന്നിട്ട് പിന്നെ ഫ്രൈഡേ ഒന്ന് ഡീപ്പായിട്ട് പർച്ചേസിന് പോകണം. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഇതിൽ നിന്ന് ഒരെണ്ണം ഇങ്ങനെ എടുക്കാൻ തോന്നും. പക്ഷെ നമ്മൾ എടുക്കാൻ പാടില്ല. ബിക്കോസ് ഗൈസ് നമ്മൾ ഡേറ്റിലാണ്. ആത്മസംയമനം വേണം. ന്യൂട്ടല്ലേൻ്റെ കുഞ്ഞിനെ കാണിച്ചിട്ട് കേട്ടോ. കുട്ടി ന്യൂട്ടല്ല പിന്നെ ഇത്രയേ ഉള്ളൂ, ഒരു 2 ഇഞ്ച് വലിപ്പം. കണ്ട അവിടെ ഫുള്ള് ചോക്ലേറ്റാ. ഇതല്ലല്ലോ നമ്മളെ ഏരിയ. നമുക്ക് വേറെ സ്ഥലത്താണ് പോകാനുള്ളത്. എനിക്ക് ഇതുപോലൊരു പാത്രം വാങ്ങണമെന്നുണ്ട്. ചായയൊക്കെ ഉണ്ടാക്കാൻ ഗ്യാസിൽ വെക്കാൻ പറ്റും. പക്ഷേ നാട്ട് നടപ്പിലാവൽ ടൂറിസ്റ്റിലെ അങ്ങനെ ആഗ്രഹമുണ്ട്. വൺ ഡേ വാങ്ങും. ഇത്രയേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ ഗൈസ്. അതെ, ആദ്യമൊക്കെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇവിടെ മാത്രമേ വരലുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലം മാത്രമേ അറിയുള്ളതിനും. അപ്പോൾ 2 കയ്യിലൊക്കെ കഷ്ടപ്പെട്ട് കുറേ പിടിച്ചിട്ടൊക്കെ പോവല്. ഇപ്പോന്ന് വെച്ചാൽ അന്ന് മെസ്സൊക്കെ ഉണ്ടായിനി, ഇപ്പം മെസ്സില്ല. ഇപ്പോന്ന് വെച്ചാൽ കുറേശ്ശേ വാങ്ങുള്ളൂ, കുറച്ചേ കഴിക്കുള്ളൂ. കഴിച്ചാൽ കഴിച്ച്, അതാ സ്ഥിതി. ഇനി ഇങ്ങനെ റൂമിലേക്ക് നടക്കണം. നടക്കാൻ കുറച്ചേ ഉള്ളൂ. അതിപ്പോൾ ഇങ്ങനെ പറയാ, ഒരു അരമണിക്കൂർ ഉണ്ടാവുള്ളൂ എന്ന് ബൈ വാക്ക്. എന്തോ വൈദ്യുതിയല്ലോ, ഇതിലല്ല, തിരിച്ച് നടക്കണം.
നല്ല ക്ഷീണമുണ്ട്, എന്താണെന്നറിയില്ല. തിന്നലും കുടിക്കലും കുറച്ച് കൂടുതലായിനിപ്പോൾ. അതുകൊണ്ടാണ് ഇപ്പം ക്ഷീണമൊക്കെ. തിന്നാണ്ടൊക്കെ നടന്ന സമയത്ത് ഇത്ര ക്ഷീണമല്ലായിരുന്നു. എന്തായാലാവട്ടെ, അവിടെ ഒരു സിഗ്നൽ ഉണ്ട്. ആ സിഗ്നലിൻ്റെ അടുത്തുനിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു പോകണം. ഇതൊരു വാദിയാണ് കേട്ടോ. ഇവിടുത്തെ പാലം അൽപ്പാലം ഇതുണ്ട്. വാദി പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ പുഴ ഇവര് ആർട്ടിഫിഷ്യൽ ആക്കിയിട്ട് ഉണ്ടാക്കിയതാ. ഇതൊക്കെ അറിയാത്ത ആൾക്കാർ അക്സെപ്റ്റ് ചെയ്താൽ മതിട്ടോ. ഇവിടെ നമ്മള് ഈ നാട്ടിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ പുച്ഛമായിരിക്കും. എനിക്കിതൊക്കെ കാണിക്കാനുള്ളൂ, അതുകൊണ്ടാ. ഇങ്ങനെ സൈഡ് നിന്നെടുത്തില്ലെങ്കിൽ ഇവലെ കൂടെ നമ്മൾ അതിൻ്റെ മുകളിൽ കയറി പോകേണ്ടി വരും. ബാക്കിൽ നിന്ന് ഇങ്ങനെ ഹോൺ അടിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സൈഡ് ചാരി നിന്ന് കൊടുക്കുക, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാൻ നിന്ന പോലെ നമ്മളെയും കൊണ്ട് പോകും. ഞാൻ ഇതെവിടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ, ഒരു ബെഞ്ചിൽ. അതെ, ഇത് കുറച്ച് നടക്കുമ്പോൾ ക്ഷീണമാവും. എനിക്കെന്നല്ല, എല്ലാവർക്കും ക്ഷീണമാവും. സാധനം പിടിച്ചിട്ട് നടക്കല്ലേ. ഇവിടുത്തെ സ്ഥിതി എന്താണെന്നറിയോ, നമ്മൾ നാട്ടിൽ ഞാൻ കണ്ടിരിക്കണം ബംഗാളികളൊക്കെ ഇങ്ങനെ ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരിക്കുക പോലെ സാധനമൊക്കെ പിടിച്ചിട്ട് അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക്, താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ പോവും. അതാണ് എനിക്ക് ഓർമ്മ വരും. ഇവിടുന്ന് ഞങ്ങൾ റൂമിൽ നിന്ന് എല്ലാവരും കൂടി ഇവിടെ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഒരാൾ നാട്ടിലാണ്, 2 ആൾക്കാരെ ഷിഫ്റ്റ് വ്യത്യാസമാണ്. ഞങ്ങൾ 4 ആൾക്കാരുള്ളത്. അപ്പോൾ ഈ 4 ആൾക്കാരും കൂടെ ഉണ്ടാകുമ്പോൾ ഷിഫ്റ്റ് ഓക്കെയാണ്. അല്ലാത്തപ്പം ഷിഫ്റ്റിൻ്റെ ടൈമിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഒറ്റക്കൊക്കെ ഇങ്ങനെ വരേണ്ടി വരുന്നത്. പക്ഷേ ഇപ്പോൾ ഓക്കെയാണ്. ഇതിവിടെ അടുത്താണ്. ഞാൻ ഒറ്റയ്ക്ക് സാധനം വാങ്ങിക്കാൻ പോകാമെന്ന് വീട്ടിലൊക്കെ പറഞ്ഞപ്പോഴേ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു വീട്ടിൽ നിന്ന്, കുറേ ദൂരം ഉണ്ടോ, ഈ ദൂരത്തേക്കൊക്കെ ഒറ്റക്കാണോ പോണേന്ന് ചോദിക്കും. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, ഇല്ലമ്മ, റൂമിൻ്റെ അടുത്തുനിന്ന് കുറച്ചേ ഉള്ളൂ. എന്താണ്, ഞാൻ എന്നിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ദൂരം ഏകദേശം പറഞ്ഞെടുത്തേക്ക്, നമ്മളെ വീട്ടിൽ നിന്ന് സലീം ഖാൻ്റെ കടയിലേക്ക് പോകണം, അത്രേ ഉള്ളൂ എന്ന്. അത്ര തന്നെ ഉള്ളൂ. പക്ഷേ നമുക്കിങ്ങനെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു അടയാളം, ഒരു ദൂരത്തിൻ്റെ ഒരു ദൂരം അത് പറഞ്ഞു കൊടുത്തതാണ്. അപ്പം ഇനി ഇങ്ങനെ ഇരിക്കേണ്ട, നമുക്ക് നടക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഒരു ദിവസം ഫുള്ള് കണ്ട് സഹിച്ച് നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഇതിൽ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ല. ലൈഫ് ഇങ്ങനെ ഓർഗനൈസ് ആക്കി വരുന്നേ ഉള്ളൂ. ആഫ്റ്റർ മൈ ഒലക്കമൽ അസുഖം, എന്നാലും ഞാൻ കംപ്ലീറ്റ്ലി റിക്കവറായി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. റിക്കവറായിട്ടില്ല, ആവുന്നുണ്ട്. ബെറ്ററാണ്. എത്രയോ ഒരു പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ ഞാനൊരു 60% ഇപ്പം ബെറ്ററാണ്. കുറച്ചും കൂടെ ഓക്കെ ആവാനുണ്ട്. ഓക്കെ ആക്കി എടുക്കണം. അപ്പോൾ ഇനി റൂമിലേക്ക് പോവാണ്. ഇവിടെയൊക്കെ ഭയങ്കര സൈലൻസ്. അല്ലാതെ എല്ലാവരും നേരത്തെ കയറി കടന്നുറങ്ങി. ഇപ്പം സമയം 9:45. 9 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞു. പർച്ചേസിന് പോയി. കുറച്ച് നേരം അവിടെ തിരിഞ്ഞടിച്ച്. എനിക്കെന്താ അറിയില്ല, എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളെടുത്ത് ഞാൻ വെറുതെ തിരിഞ്ഞളിക്കും. ഇപ്പം ഈ വാങ്ങിയതാ ഈ ഒരു കുഞ്ഞു കവറിൽ നാട്ടിലത്തെ ഏകദേശം ഒരു 800 കൂടുതലോ ആയിട്ടുണ്ടാവും. തിന്നണ്ടേ എന്തെങ്കിലുമൊക്കെ, പണിയെടുത്താൽ മാത്രം മതിയോ? നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ? ചിലപ്പോൾ ഒക്കെ ആദ്യമൊക്കെ ഞാൻ വന്ന സമയത്ത് കറി വെക്കാനുള്ള സാധനം മാത്രം വാങ്ങിയിട്ട് ഇവിടുത്തെ 10 dirhams അത് മാത്രം മന്ത്ലി ഞാൻ കുറേ മാസങ്ങൾ പേടിപ്പിക്കാറ്. അവിടെ ഞാൻ പേടിച്ച് കുറേ മാസം മന്ത്ലി ഞാൻ ഒരു 10 dirhams മാത്രമേ ഉള്ളൂ
എനിക്കിത് എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യലുണ്ടായുള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലായി, പട്ടിപ്പണി എടുത്തിട്ട് ഇങ്ങനെ പൈസ കൂട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല. അത് ഒരു വഴിക്കല്ല വേറൊരു വഴിക്ക് ചിലവായി പോവും. അപ്പോൾ ഉള്ള സമയത്ത് എന്തെങ്കിലും ഞം തിന്നാലേ ഉള്ളൂ നമ്മളെ ആരോഗ്യം നമ്മളെ കയ്യിൽ നിൽക്കും. അപ്പോൾ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ തിന്നും. എന്തെങ്കിലുമൊക്കെ 1-2 സാധനങ്ങളൊക്കെ വല്ലപ്പോഴും പോകുമ്പം വാങ്ങും. ഇനിയിപ്പോൾ ഈ വാങ്ങിയ സാധനം ഞാൻ ചിലപ്പോൾ തിന്നൂല്ല. എത്ര പൈസ കൊടുത്ത് വാങ്ങിയെന്ന് പറഞ്ഞാലും അതെനിക്കൊരു മൂഡ് വേണം, അല്ലെങ്കിൽ അതങ്ങനെ അവിടെ കിടന്ന് ചീഞ്ഞ് ഞാൻ കളയാറുമുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ഒന്നും കളയാതെ. എനിവേ, ഇതുവരെ എന്നെ സഹിച്ച എൻ്റെ ഒരു ഫുൾ ഡേ, ആദ്യമായിട്ടല്ല നൈറ്റും കൂടെ ഞാൻ ഇൻക്ലൂഡ് ആക്കുന്നത്, എൻ്റെ ഒരു ഫുൾ ഡേ എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇതിൽ കൂടുതൽ വീഡിയോ വലിച്ചു നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ബൈ. See you. Tata. Thanks for watching.